റെഡീസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരി. നമ്മൾ പാനിപ്പൂരിൻ്റെ മിക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എല്ലാവരും ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കാൻ നമ്മൾ മിക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ മിക്സിൽ ആച്ചീൻ്റെ മിക്സാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ കിട്ടുന്നത് ഫസ്റ്റ് നമുക്ക് സീസണിങ് ആട്ടോ. അത് നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടാറ്റോ ഇതൊക്കെ ആക്കണം, അതിനുള്ള സീസണിങ് ആണ്. പിന്നെ സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്നിയാണ്, അതുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ, മിൻറ്റ് പാനി പൗഡറാണ്. പിന്നെ നമ്മളെ പൂരി മനസ്സിലല്ലേ, ഞങ്ങൾ 2 കവർ വാങ്ങിയോണ്ട് ഞങ്ങൾക്ക് ഈ ആച്ചീൻ്റെ വാങ്ങുന്നത് എന്താ പറയുക, ഇതിൽ ചിലപ്പോൾ 24 എന്നാണ് ഇതിൽ കൊടുക്കുക പൂരി, പക്ഷേ ഇതിൽ ചിലപ്പോൾ 26 എണ്ണം കിട്ടും, 25 എണ്ണം കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിയത്. ഞങ്ങൾ 48 എണ്ണം കണക്കാക്കിയിട്ടാണ് വാങ്ങിയത്. പക്ഷെ ഞങ്ങളതിൽ ഇപ്പോൾ 51 ഉണ്ട്, 51 എണ്ണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ആച്ചീൻ്റെ തന്നെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ പൊട്ടാറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടോട്ടൽ 5 പൊട്ടാറ്റോ മാഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ട എത്ര ആൾക്കാരാണ് ഉള്ളത് അതിനനുസരിച്ചുള്ള പൊട്ടാറ്റോ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റിലേക്ക് പോകാം. അടുത്ത നമ്മൾ സവാളയാണ് ഇടാൻ പോകുന്നത്. നമ്മളിപ്പോൾ 2 സവാള എടുത്ത് ഞങ്ങൾ ഇത്ര പുരിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഭയങ്കര ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആച്ചിയുടെ സീസണിങ് പൗഡറാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ 2 പാക്ക് എടുത്ത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത് കൊറിയാണ്ടർ ലീവ്സ് ആണ്, അതായത് മല്ലിയ. അതെ, കുറച്ചെടുത്തിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. മിക്സ് ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം മിക്സ് ചെയ്തിട്ട് കാണാം. മിക്സ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡേറ്റ്സ് ചട്നിയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കാം. ഞങ്ങൾ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്തോ കുറച്ച് ഒഴിക്കാം കേട്ടോ, കുറച്ച് കട്ടിണ്ടാവും ചിലപ്പോൾ. ഇങ്ങനെ പണി കഴിയുമ്പോൾ കണ്ടെത്തേക്ക് മിൻറ്റ് വാട്ടർ. അപ്പോൾ നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, ഒരു പാക്കറ്റ് 250 ml ആണ് കേട്ടോ വെള്ളം വേണ്ടതുണ്ട്. 250 കേട്ടോ. അപ്പൊ ഞങ്ങളതിൽ 2 പാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് 500 ml എടുത്തിട്ടുണ്ട്. 500 ml എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊട്ടിച്ച് ഈ വെള്ളത്തിലേക്ക് വെച്ച് മിക്സ് ആക്കിയത്. 2 പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് ഒരു പച്ച കളർ കേട്ടോ ഉണ്ട്. ഇത് ഡാർക്ക് പച്ച, പക്ഷെ ഇത് ക്യാമറ കാണുമ്പോൾ ഒരു ബ്രൗണിഷ് കളറൊക്കെ ഉണ്ട്. ചിലപ്പോൾ ലൈറ്റിന്റെ ആണ് പ്രോബ്ലം ആയിരിക്കാം, പക്ഷെ ഇത് ഡാർക്ക് ചടപ്പച്ച കളറൊക്കെയാണ് ഇതിന് വരിക. അതെ അതെ. ഓക്കെ, നമ്മുടെ പൊട്ടാറ്റോൻ്റെ ഇതാണ് നമ്മുടെ ചട്നി, നമ്മുടെ മെയിൻ സാധനം. അതെ, നമ്മുടെ പരിപ്പുരയുടെ മേലെ സാധനം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ പൊരിക്കുകയാണ് കേട്ടോ. അതെ, അതിപ്പോൾ പൊരിക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചായി 2 ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ. നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കണം. ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവും കേട്ടോ, സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുള്ള് പൊരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ കുറേ എണ്ണം പൊരിച്ചിനി, ലാസ്റ്റത്തെ 2 എണ്ണം കൂടെ ഉള്ളൂ. കണ്ടോ എത്ര ഉണ്ട് നോക്കൂ, മുട്ട പോലെ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് 3 എണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കി.
ഇനി നമുക്ക് ലാസ്റ്റത്തെ 2 പൊരിക്കുന്ന കാഴ്ചകൾ കാണാം. നമ്മളൊരു ബ്രൗണിഷ് ആണ് കേട്ടോ. ഈ ഒരു കളറുണ്ട്. ചിലത് ഇതേപോലെ ചളിങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആ ചിലത് ചളിങ്ങി പോകുന്നുണ്ട്. എന്താന്ന് നമുക്ക് അറിയില്ല. കാരണം അറിയണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതെ, ഇതാ ഒന്നിതാ വലുതായി വരുന്നു മകനെ. അപ്പോൾ ഗൈസ് നമുക്കിത് ഫുള്ള് പൊരിച്ചെടുത്തിട്ട് കാണാം. ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ ലാസ്റ്റ് വൺ. നമ്മൾ ഇത്രയും എണ്ണം പൊരിച്ച് കഴിഞ്ഞിട്ടോ. ടോട്ടലി 48 എണ്ണം ഉണ്ട്. അതെ, അല്ല ഇതാണ് 48. അത് 47 ഉണ്ട്. അതെ, ഇതാ കണ്ടോ മുട്ട പോലെ. ഇതൊരു ബ്രൗണിഷ് കളറാണ്. യെല്ലോ ബ്രൗണിഷ് യെല്ലോ കളറാണ്. കളറാകുമ്പോഴാണ് നമ്മളിത് എടുത്ത് മാറ്റേണ്ടത് കേട്ടോ. ഈ ഒരു കളറാണ്. ഇത് കറക്റ്റ് കണ്ടീഷൻ. അതെ, ഓവർ ഔട്ട് ഡാർക്ക് ആയി പോകരുത്, ഓവർ ഔട്ട് ലൈറ്റ് ആയി പോകരുത്. ഒരു മീഡിയത്തിൽ മോഡറേറ്റ് കളർ. ഓക്കെ, അതായി തോന്നുന്നു. നമ്മളത് എടുക്കാനായിട്ട് ഇതിന്റെ ടോപ്പിൽ തന്നെ വെക്കിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കിതിൽ ആദ്യം ഓട്ടിടാം. കുറെ പേർക്ക് അറിയാം, പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അല്ലേ. ഞങ്ങളെ റിവ്യൂ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് കഴിച്ചിട്ട് ഓരോ റിവ്യൂ ഒക്കെ ഇതിൽ പറയാം. അടിപൊളിയാണെന്ന് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങള് ഒരു ട്രൈ അടിച്ചാണ്. ഇതിവിടെ ആരും അറിഞ്ഞിട്ടില്ല. ആ സത്യം ഞാനും എൻ്റെ മാമൻ എൻ്റെ അച്ഛൻ പിന്നെ ഞാനും അതന്നെ വരും. ഞങ്ങൾ മാത്രമേ അറിച്ചുള്ളൂ. അത് ഞങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ വെള്ളം അല്ല വെള്ളമല്ല, അത് മുക്കാല്ല. അത് ഈ ഇതിലേക്ക് ആക്കണം വെള്ളം. അത് ഓർക്ക് ഇഷ്ടമുള്ള അത്രയല്ലേ ഇവിടെ എടുക്കണ്ട്. പിന്നെ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള അത്ര വെള്ളം ഒഴിച്ചാൽ കിട്ടും. അതെ, ഇനി നമ്മള് നമ്മളെ മിക്സർ ഇടുന്നു. ഈ മഞ്ഞ മിക്സർ നോക്കി വേണം കേട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഈ സെന്ററിൽ ഒരു പാത്രം ഉണ്ടോ, അതിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചിക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അത്രയും അവരെടുത്ത് വരും. നമ്മൾ ഈ പൊട്ടാറ്റോ ഫില്ലിങ്ങും പിന്നെ അത് ചട്നിയും മാത്രമേ. പാനി ഇതിന്റെ നടുക്ക് ഇതിന്റെ നടുക്ക് വെക്കും. ഇതിനെ ഫില്ല് ചെയ്തിട്ട് സെക്കൻഡ് ചട്നിയാണ്. ചട്നി നല്ല ടേസ്റ്റ് ആണ്. ചട്നിക്ക് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ല, സ്വീറ്റ് അല്ല, സോറും സ്വീറ്റും ഒക്കെ മിക്സ് ആയിരുന്നു. ഒരു മിക്സ് ടേസ്റ്റ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ വെറുതെ എടുത്ത് ഇതാക്കി നല്ല ടേസ്റ്റ് കേട്ടോ. പൊട്ടാറ്റോ ഫില്ലിങ് കുറച്ച് കൂട്ടിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര എരിവ് കേട്ടോ. അത് പച്ചക്ക് വെറുതെ വെറുതെ തിന്നരുതേ. ഇതിന്റെ കൂട്ട് ചട്നിക്കും കൂടി കൂട്ടി തിന്നുമ്പോഴാണ്. പക്ഷെ അങ്ങനെ തിന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര എരിവാക്കി. ഫസ്റ്റില് എരിവുണ്ടാവും. പിന്നെ അത് കുഴപ്പമില്ലാണ്ട് വെക്കോളൂ. കുറച്ച് തോനൊക്കെ അതിൽ കിട്ടുന്നവർ കുറച്ച് ലക്കിയോ. അതിന് ലക്കി ആരാന്ന് നോക്കാം നമുക്ക്. ഇതിലെല്ലാ സാധനവും കുറച്ച് തോനയില്ല. കാരണം ഈ പൊട്ടറ്റ മാത്രമേ തോന്നുള്ളൂ. നെക്സ്റ്റിൽ നമ്മൾ ചട്നി തോന്നി വെക്കും. അതിൻ്റെ അടുത്തേലും നമ്മൾ മിക്സർ തോന്നി വെക്കും. നമ്മൾ മിക്സർ ഇടാം. മിക്സർ തെറിച്ചു പോണതാ. മിക്സറൊക്കെ തെറിച്ചു മിക്സർ ഇതും ഒരു വട്ടം കഴിക്കും. ഇതിൽ തോനുണ്ട്. പക്ഷെ ഇതിൽ ആകെ തോനുള്ള ഈ പൊട്ടാറ്റോ കേട്ടോ. പാവങ്ങൾ പൊട്ടാറ്റോ വെച്ച് വയ്ക്കട്ടെ. പൊട്ടാറ്റോ എരിഞ്ഞു വെക്കട്ടില്ലേ. അതെ, നെക്സ്റ്റ് കുറച്ച് പൊട്ടാറ്റോ ആവശ്യത്തുള്ള പൊട്ടാറ്റോ മതി. ഒരു മീഡിയം ലെവൽ ചട്നി. നമ്മളെ ചട്നിയാണ്. ചട്നി കുറച്ച് കൂടുതലുണ്ട്. കുറച്ചല്ല, നല്ല കൂടുതലുണ്ട്. നമ്മളെ മിക്സർ ഇടാം. മിക്സ്ചർ ചെറുതിൽ കുറച്ച് കൂടുതലാട്ടോ. അതെ, എൻ്റെ ഭാഗ്യമാണ്. അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ. നമുക്ക് ഈ പാത്രത്തിലാണ് നമ്മളെ ഇത് ഒഴിക്കണ്ടേ അല്ലേ. എന്തായിരുന്നു? പനി. നമ്മളെ തന്നെ ഉണ്ട് മിൻറ്റു വാട്ടർ. പച്ചവെള്ളത്തിൽ പൊടി കളിക്കിയത് അല്ല, ഇത് കണ്ടില്ല. ചാണക പച്ചവെള്ളം. ചാണക പച്ച കളറിലാട്ടോ ഇത് ഉണ്ടാവുക. നല്ല മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരു പൊടി മുകളിലുണ്ടാവും. ആ പൊടി മാത്രമേ നമുക്ക് കിട്ടലുണ്ടാവും. അതെ, നമ്മള് ആദ്യം ഇതൊക്കെ തോന്നുന്നു പൊടിയല്ലായിരുന്നു, ഒരു ഗ്രേവി ആയിരുന്നു.
ആദ്യം ഗ്രേവി എടുക്കും, പിന്നെ ഒരു പൊടി ആക്കിയതാ ഇൻസ്റ്റന്റ് ആയിട്ട് വേഗം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഗ്രേവി ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അപ്പൊ നമുക്ക് റിവ്യൂ ആണ് കേട്ടോ. ഒറ്റയടിക്കിട്ടാണ് കേട്ടോ. ഒറ്റയടിക്ക് വാരിട്ടണേ. കഴിച്ചോ? അയ്യോ വായിൽ കൊള്ളില്ലേ. ടേസ്റ്റ് ഉണ്ട് എന്നാണ് റോസ് പറയുന്നത്. എന്നാ നമുക്ക് യുതിക്ക് കൊടുത്തു നോക്കാം. യുതിക്കാണ് കൊടുക്കുന്നത്. യുതിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ട് നോക്കാം. വായിൽ കൊള്ളില്ല എന്ന് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ടോ യുതിയെ? ഓക്കെ, യുതി അറിയുന്ന ടേസ്റ്റ് ഉണ്ടാണ്. ഇനി ഞങ്ങളെ റിവ്യൂ നോക്കാം. നമ്മളെ റിവ്യൂ ആണ്. ടേസ്റ്റ് ഉണ്ടല്ലോ. ആദ്യത്തെ ഒരു ചെറിയ എരുണ്ട്, പിന്നെ ആ ടേസ്റ്റ് വിലക്ക് വരും. ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി സാധനം കേട്ടോ. ബൈ.